കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഞാൻ കേൾക്കുന്നതാണ് മാരാമൺ കൺവെൻഷനെ പറ്റി. നാട്ടിൽ വന്നത് ഫെബ്രുവരിയിലായതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിൽ പമ്പ നദിയുടെ തീരത്ത് എല്ലാ വർഷവും ഫെബ്രുവരിയിൽ നടക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഈ വർഷം 131ാമത്തെ കൺവെൻഷൻ ആയിരുന്നു. 1.5 ലക്ഷത്തിലധികം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന പരമ്പരാഗത രീതിയിലുള്ള കൂറ്റും പന്തലും, കൺവെൻഷൻ സെന്ററിലേക്കുള്ള താൽക്കാലിക പാലങ്ങളും, കുഞ്ഞി കുട്ടികളുമായി നമുക്കിരിക്കാൻ പറ്റുന്ന കുട്ടിപ്പന്തലും എല്ലാം എനിക്ക് കേട്ടറിവ് മാത്രമായിരുന്നു. ഇത് കുഞ്ഞിലേ തൊട്ട് കൂടുന്നവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഓർമ്മകൾ നമ്മളുമായി പങ്കുവെക്കാൻ കാണും. അമ്മയുടെയൊക്കെ കുഞ്ഞിലെ ഒരു ദിവസം പോലും മുടക്കാതെ കൺവെൻഷൻ കൂടിയതും പൊതി കെട്ടിക്കൊണ്ടുപോയി കഴിച്ചതും ഒക്കെ പോകുന്ന വഴി അമ്മ പറയുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും അവർ ജനിച്ചു വളർന്ന നാട്ടിൽ അവരുമായി ഒരുപാട് കണക്റ്റഡ് ആയ ഒരു കാര്യം കാണും. അത് പള്ളിയാവാം, അമ്പലമാവാം, മറ്റെന്തെങ്കിലും ആവാം. തുടക്കത്തിലെ പാട്ടാണ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞാണ് അച്ഛൻ പോയതെങ്കിലും അത് ഞങ്ങൾക്ക് മിസ്സായി. ഞങ്ങൾ ചെന്ന സമയത്ത് പ്രസംഗം നടക്കുമായിരുന്നു. ഓലപ്പന്തലൊക്കെ കാണുന്നത് തന്നെ ഒരു പുതുമയായി തോന്നി. പൂഴിമണ്ണിൽ കളിക്കാൻ കിട്ടിയതോടെ പിള്ളേര് ഹാപ്പിയായി. അടുത്തിരുന്നവർ പിന്നെ അത്ര ഹാപ്പി അല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പയ്യെ മാറി. ആ ഇരിപ്പിൽ കിച്ചുവോട്ട് ഉറങ്ങിയും പോയി. ഇത്രയും ആൾക്കാർ ഈ ചൂടത്ത് വന്ന് മണൽപ്പുറത്ത് ന്യൂസ് പേപ്പറൊക്കെ നിരത്തി അതിലിരുന്ന് ഇത് ഇത്രയും സന്തോഷത്തോടെ കൂടണമെങ്കിൽ അത് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ സമാധാനം കൊണ്ടാണ്. കുടുംബമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷത്തിലും വലിയൊരു അനുഗ്രഹം വേറെയില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിശ്വാസികൾ അവിടെയുണ്ട്. ഈ വഴിയിലൂടെ എത്ര തലമുറകൾ നടന്നിട്ട് കാണും. അങ്ങനെ വിശ്വാസത്തിന്റെ മഹാസംഗമത്തിന് ഞാനും സാക്ഷിയായി. അവിടെ നിന്നുയരുന്ന ഓരോ പ്രാർത്ഥനകളും ആകാശത്ത് മുഴങ്ങുന്ന പോലെ നമുക്ക് തോന്നും. മാരാമൺ വാക്കുകൾക്ക് അതീതമായ ഒരു അനുഭവം തന്നെയാണ്. അപ്പൊ ശരി, മറ്റൊരു വീഡിയോയുമായി കാണാം.